ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജിൻ്റെ ആ ഒരു എനർജി 2 ദിവസമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് കിട്ടാത്ത പല ആൾക്കാർക്കും മെസ്സേജ് ലഭിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ രാഹു ഭഗവാനും ഗുരു ഭഗവാനും ടെയും ഒരു ട്രാൻസിസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് നിങ്ങളുടെ രാശിയിലും ഉണ്ടാകുന്നതാണ്. ഇവിടെ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് ഡെസ്റ്റൈൻ ആയിരിക്കും എന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് അടുത്ത ഡെസ്റ്റൈൻ ആയിട്ടുള്ള എന്താണോ അതായിരിക്കും അടുത്ത് വരാൻ പോകുന്ന സമയം സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ വേഴം, പിന്നെ നമ്മുടെ കേതു, രാഹു ഇതെല്ലാം ഒരു സഞ്ചാരം ഉണ്ടായിരുന്നു. അതായത് ഒരു അവരുടെ രാശിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് വരാൻ പോകുന്ന സമയം നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ തോന്നും എൻ്റെ ലൈഫിൽ എന്തോ പോസിറ്റീവായിട്ട് നടക്കാൻ പോവുകയാണ്, പോസിറ്റീവായിട്ടാണല്ലോ എല്ലാം സൈൻ ലഭിക്കുന്നത്, പോസിറ്റീവായിട്ടാണല്ലോ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ പല ആൾക്കാർക്കും തോന്നുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ പേടിക്കുന്നില്ല, സ്റ്റാൻഡ് എടുക്കുന്നത് കൊണ്ടോ ആക്ഷൻ എടുക്കുന്നതിനെ കൊണ്ടോ ആരെയും പേടിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വാളും എടുത്ത് പോരാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. വഴിയിൽ എത്ര തന്നെ ഒബ്സ്റ്റിക്കൽസും എത്ര തന്നെ മോശം സിറ്റുവേഷൻസ് ഉണ്ടായാലും അതിനെയെല്ലാം പോരാടി വിജയിച്ച് നിങ്ങളെ മാരേജ് ചെയ്യണം, നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ബാലൻസ് ആയിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ. പൈസ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കും. കാരണം എന്താവശ്യത്തിനും പൈസ വേണം. പൈസ ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവോ, സമാധാനം ഉണ്ടാവുമോ? ഇവിടെ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആവശ്യത്തിന് സമ്പാദിക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല, അങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങളുടെ ഫാമിലി അംഗീകരിക്കും നിങ്ങളുടെ പേഴ്സണെ. കാരണം സമൂഹത്തിൽ അവർക്ക് ഒരു വിലയുണ്ട്, ഒരു മാന്യതയുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, നല്ല സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആളെ നമ്മളെ കുട്ടിയെ കൊടുക്കുന്നതിൽ നമുക്ക് എന്താണ് എതിർപ്പ് എന്ന രീതിയിൽ ഫാമിലി സമ്മതിക്കും. അതേപോലെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വളരെ ഹാപ്പി ആയിട്ട് ഫിനാൻഷ്യലി ബാലൻസ് ആയിട്ടാണ് അവർ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അതായത് ഒരു ജോലിയില്ല, പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന അവസ്ഥ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് എങ്കിൽ ഫാമിലി സമ്മതിക്കത്തില്ല, പ്രഷർ ചെയ്യും നിങ്ങളെ വേറൊരു മാരേജിന് വേണ്ടി. ഇവിടെ എന്തായാലും നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇഷ്ടത്തിന് ഒരു തീരുമാനം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ സ്റ്റേബിൾ ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഇവർ ഒരു തീരുമാനം എടുക്കുകയും ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരുടെയും സഹായം ഇവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ ഇവർ ഫാമിലിയോട് കാര്യം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് ഇതേപോലെ ഒരാളെ ഇഷ്ടമാണ്, നിങ്ങൾ സമ്മതിച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷത്തോടെ ആ ഒരു കല്യാണം നടത്താം, ഇല്ല എങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയായിരിക്കും നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ എടുത്തേക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇവരുടെ എനർജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഇനി ഇവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കായിട്ടുള്ള. സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. ആ ഒരു ഗിഫ്റ്റ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള 2-3 വ്യക്തികൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ല എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ആ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ സന്തോഷം മാത്രമായിരിക്കും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങളുടെ സന്തോഷം അതായിരിക്കും അവരുടെ സന്തോഷം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയത്തില്ല, നമ്മൾ കൂടെ ചേർത്ത് പിടിക്കും. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാനും വളരെ പാടുമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്. ആ ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുവാൻ പോവുകയാണ്. അതായത് സ്നേഹത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് തരുവാൻ പോവുകയാണ് അവരെ തന്നെ. അത്രമാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്.
നിങ്ങളിൽ പല ആൾക്കാർക്കും ഈ ഒരു സ്നേഹമെന്ന ഗിഫ്റ്റ് ലഭിക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം അത് നിങ്ങൾക്ക് ലഭിക്കുന്നത്, വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ വളരെ വലിയ കാര്യമല്ലേ. നെക്സ്റ്റ് മെസ്സേജ്: നിങ്ങളിങ്ങനെ തിടുക്കം കാണിക്കരുത്. എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ തിടുക്കം കാണിക്കരുത് എന്നാണ് അവർ പറയുന്നത് നിങ്ങളോട്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽ ആകുന്നതാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും തിടുക്കം കാണിക്കരുത്. കാരണം തിടുക്കപ്പെട്ട് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ചിലപ്പോൾ ശരിയാകണമെന്നില്ല. തെറ്റായ തീരുമാനങ്ങളും നമ്മൾ തിടുക്കപ്പെട്ട് എടുക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനും തിടുക്കം കാണിക്കരുതെന്ന്. നെക്സ്റ്റ് മെസ്സേജ്: നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇവരിൽ നിങ്ങൾ വിശ്വാസം വയ്ക്കാനാണ്. ട്രസ്റ്റിൽ ഒരു കുറവും നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്നാണ് നിങ്ങളോട് ഇവർ പറയുന്നത്. എല്ലാ വ്യക്തികളെയും നമുക്ക് ചിലപ്പോൾ ട്രസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങളിൽ ഇവർക്ക് ഒത്തിരി പൂർണ്ണ വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവരിൽ പൂർണ്ണ വിശ്വാസം വേണമെന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്നേഹം. കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലോയലിറ്റിയിൽ വിജയം കൈവരിച്ചവരാണ്. എത്രത്തോളം നിങ്ങൾ ഇവർക്ക് വേണ്ടി ലോയലാണെന്നുള്ള കാര്യം നിങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. നെക്സ്റ്റ് മെസ്സേജ്: നിങ്ങളിൽ ചില ആൾക്കാർ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങൾക്കും ഇടയിൽ ഒരു ബൗണ്ടറി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ബൗണ്ടറി പൊട്ടിച്ച് കളയാനുള്ള ആ ഒരു സമയം വന്നിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ. അതായത് അങ്ങനെ ചെയ്യാനുള്ള ശരിയായ ടൈമാണിത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബാഡ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് ഒരു ന്യൂ ഫേസിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ്. നെക്സ്റ്റ് മെസ്സേജ്: നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. അവരുടെ നമ്പർ പോലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തിരികെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ആയിട്ടുള്ള ഒരു ബിഗിനിങ് ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവർ. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതൊട്ടും പറ്റുന്നില്ല. നിങ്ങളുമായിട്ട് വീണ്ടും പഴയതുപോലെ ആകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഇവർ നിങ്ങളുടെ ലൈഫിൽ വരുവാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്: നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന്. ഇവർ ഈ ഒരു കണക്ഷനെ അഡ്മയർ ചെയ്യുന്നു. മുന്നേയൊന്നും ഈ ഒരു കണക്ഷൻ ഇങ്ങനെയൊന്നും ഇവർ കണ്ടിട്ടില്ല. കാരണം ഇവർ ഒത്തിരി കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്തു. അങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന്. പക്ഷേ വരാൻ പോകുന്ന സമയം വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഇവർക്കും എന്നാണ് ഇവർ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജ്. ഇനി ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എപ്പോൾ റെസൊണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ 11 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 11 മണിക്കൂറിനുള്ളിൽ തന്നെ, ചില ആൾക്കാർക്ക് 22 അവേഴ്സിനുള്ളിൽ, ചില ആൾക്കാർക്ക് 48 അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡിംഗ് റെസൊണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.